കാവിയിൽ നിന്ന് കറുപ്പിലേക്ക് ഫാസിസം കരിങ്കുപ്പായത്തിൽ ഡൽഹിയിൽ അരങ്ങ് തകർത്താടി. നിയമവാഴ്ചയുടെ കാലാൾപ്പടയായ അഭിഭാഷകർ തെരുവിലെ ഗുണ്ടകളായി. ആക്രമണത്തിൻ്റെ കുന്തമുന മാധ്യമപ്രവർത്തകരിലേക്കെത്തി. കോടതി വളപ്പിലാണ് മാധ്യമപ്രവർത്തകർ ആക്രമിക്കപ്പെട്ടത്. പോലീസ് കേവലം കാഴ്ചക്കാരായി. ഗത്യന്തരമില്ലാതെ മാധ്യമപ്രവർത്തകർ തെരുവിലിറങ്ങി. അവർ സുപ്രീം കോടതിയിലേക്ക് മാർച്ച് ചെയ്തു. ചരിത്രത്തിലാദ്യമായാണ് മാധ്യമപ്രവർത്തകർ സുപ്രീം കോടതിയിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചത്. രാജദീപ് സർദേശായി, സിദ്ധാർത്ഥ് വരദരാജൻ തുടങ്ങിയ പ്രമുഖർ മാർച്ചിന് നേതൃത്വം നൽകി. കോടതിയിൽ നിന്ന് മാധ്യമങ്ങളെ അകറ്റില്ല എന്ന് സുപ്രീം കോടതി പറഞ്ഞു. കോടതിയിൽ മാധ്യമപ്രവർത്തകരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിന് ആവശ്യമായ നിർദ്ദേശങ്ങൾ പോലീസിന് നൽകി. പക്ഷേ നിർദ്ദേശം പാലിക്കപ്പെട്ടില്ല. പട്യാല ഹൗസ് കോടതി പരിസരത്ത് അവർക്ക് നിർഭയം ജോലി ചെയ്യാൻ കഴിഞ്ഞില്ല. ക്യാമറ കണ്ടാൽ ക്യാമറയും ക്യാമറാമാൻ്റെ തലയും തല്ലിപ്പൊളിക്കുമെന്ന അവസ്ഥയായി. രാഷ്ട്രപതിക്കും പ്രധാനമന്ത്രിക്കും ചീഫ് ജസ്റ്റിസിനും എത്തി നോക്കിയാൽ കാണാവുന്ന അകലത്തിലായിരുന്നു താണ്ഡവം. ഇതിനിടയിലും ചാനലുകൾ അപ്പോഴപ്പോൾ സംഭവ വികാസങ്ങൾ നമ്മെ അറിയിച്ചുകൊണ്ടിരുന്നു. ജീവൻ പണയപ്പെടുത്തിയും ധീരോദാത്തമായ പ്രവർത്തനത്തിൽ ഏർപ്പെടുന്ന മാധ്യമപ്രവർത്തകർക്ക് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് മാധ്യമവിചാരം ആരംഭിക്കുന്നു. പ്രേക്ഷകർക്ക് സ്വാഗതം. തെമ്മാടികളുടെ അന്തിമമായ അഭയമാണ് രാഷ്ട്രീയം എന്നൊരു പ്രസ്താവനയുണ്ട്. വാസ്തവത്തിൽ രാഷ്ട്രീയം എന്നല്ല, രാജ്യസ്നേഹം എന്നാണ് സാമുവൽ ജോൺസൺ പറഞ്ഞത്. പേട്രിയോട്ടിസം ഈസ് ദ ലാസ്റ്റ് റെഫ്യൂജ് ഓഫ് സ്കൗണ്ട്രൽ. പാട്രിയോട്ടിസത്തെയാണ് ആരോ പൊളിറ്റിക്സ് ആക്കി മാറ്റിയത്. ഇന്നത്തെ ഇന്ത്യയിൽ രണ്ടും ശരിയായിരിക്കുന്നു. ഫാഷിസ്റ്റുകളുടെയും വർഗീയവാദികളുടെയും അവസാനത്തെ അഭയമാണ് രാജ്യസ്നേഹം. അവർ മറ്റെല്ലാവരുടെയും രാജ്യസ്നേഹത്തെ ചോദ്യം ചെയ്യുന്നു. റിപ്പബ്ലിക്കിന് ആധാരമായ മൂല്യങ്ങളുടെ സംരക്ഷകർ രാജ്യദ്രോഹികളും റിപ്പബ്ലിക്കിൻ്റെ അസ്ഥിവാരം തകർക്കുന്നവർ രാജ്യസ്നേഹികളുമാകുന്നു. രാജദ്രോഹവും രാജ്യദ്രോഹവും തമ്മിൽ വ്യത്യാസം ഇല്ലാതാകുന്നു. സോഫോക്ലീസിൻ്റെ കാലം മുതലുള്ള പ്രതിസന്ധിയാണിത്. രാജാവിൻ്റെ കൽപ്പന ലംഘിച്ച ആൻറ്റിഗണി രാജ്യദ്രോഹത്തിന് ശിക്ഷിക്കപ്പെട്ടു. സോക്രട്ടീസും ജീസസും ഭരണകൂടത്തിന് അനഭിമതരായി തീർന്ന രാജ്യദ്രോഹികളാണ്. രാജാവിനെ വിമർശിച്ച സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള രാജ്യദ്രോഹത്തിനാണ് നാട് കടത്തപ്പെട്ടത്. സ്വദേശാഭിമാനിയെക്കുറിച്ച് ടി വേണുഗോപാൽ എഴുതിയ പുസ്തകത്തിൻ്റെ പേര് തന്നെ രാജദ്രോഹിയായ രാജ്യസ്നേഹി എന്നാണ്. ഭരണകൂടത്തോടുള്ള അനാഭിമുഖ്യമാണ് ഇന്ത്യൻ ശിക്ഷാ നിയമത്തിൽ രാജ്യദ്രോഹമായി കണക്കാക്കപ്പെടുന്നത്. കൊളോണിയൽ ഭരണകാലത്ത് ഈ നിർവചനത്തിന് അർത്ഥം ഉണ്ടായിരുന്നിരിക്കാം. സ്വതന്ത്ര ഭാരതത്തിലെ ജനാധിപത്യ വ്യവസ്ഥയിൽ അർത്ഥരഹിതവും അപകടകരവുമായ നിർവചനമാണിത്. ഭരണകൂടത്തോടല്ല, രാഷ്ട്രത്തോടാണ് പൗരന് ആഭിമുഖ്യമുണ്ടാകേണ്ടത്. രാഷ്ട്രമല്ല, രാഷ്ട്രം പ്രതിനിധീകരിക്കുന്ന മൂല്യങ്ങളാണ് സംരക്ഷിക്കപ്പെടേണ്ടത്. ഇന്ത്യയെ ഞാൻ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇന്ത്യ എന്ന പരമാധികാര ജനാധിപത്യ റിപ്പബ്ലിക്കിനെ ഞാൻ സ്നേഹിക്കുന്നു എന്നാണ് അർത്ഥം. ഭരണകൂടവുമായി കലഹിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യം UN മനുഷ്യാവകാശ പ്രഖ്യാപനം പ്രത്യക്ഷമായും ഇന്ത്യൻ ഭരണഘടന പരോക്ഷമായും പ്രഘോഷിക്കുന്നു. ഒന്നിനെ തകർത്ത് മറ്റൊന്നിനെ സ്വീകരിക്കുന്നതിനുള്ള അവസരമാണ് ജനാധിപത്യം. സർക്കാരിനോട് മമത നിലനിർത്തിക്കൊണ്ട് ജനാധിപത്യം പ്രവർത്തിക്കില്ല. സർക്കാരിനോടുള്ള വിദ്വേഷത്തെ അടിസ്ഥാനമാക്കിയാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. സർക്കാരിനോടുള്ള മമതയില്ലായ്മയും വിദ്വേഷവും വെറുപ്പും 124A വകുപ്പനുസരിച്ച് രാജ്യദ്രോഹമാണ്. സ്വതന്ത്ര ചിന്തയുടെ അശോക വനികളായിരിക്കണം ക്യാമ്പസുകൾ. നിർഭാഗ്യവശാൽ നമുക്ക് അത്തരം ക്യാമ്പസുകൾ അധികമില്ല. ഹൈദരാബാദ് സർവകലാശാലയും ജവഹർലാൽ നെഹ്റു വിശ്വവിദ്യാലയവും പ്രസിദ്ധമായി തീർന്നത് ശിക്ഷണത്തിൻ്റെ മികവ് കൊണ്ടല്ല,
ചിന്തയുടെ സ്വാതന്ത്ര്യമാണ് അവയെ ശ്രദ്ധേയമാക്കിയത്. വിലക്കുകളില്ലാത്ത ആശയാവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ പറുദീസകളാണ് അവ. അവിടെയാണ് രാജ്യസ്നേഹത്തിൻ്റെ വിലങ്ങുകളുമായി ഫാസിസ്റ്റുകൾ എത്തിയിരിക്കുന്നത്. മഹാത്മജിയുടെ ഘാതകനായ ഗോഡ്സെയെ ആരാധിക്കുന്ന സംഘികൾ രാജ്യസ്നേഹത്തിൻ്റെ കുത്തകക്കാരായിരിക്കുന്നു. ഹിന്ദുവാണ് ഇന്ത്യ എന്ന് പ്രഘോഷിക്കുന്നവരുടെ രാജ്യസ്നേഹം എവിടെയാണ് കണ്ടെത്തേണ്ടത്? രോഹിത് വെമുലയും കനയ്യകുമാറും ശക്തമായ പ്രതീകങ്ങളായി മാറുന്നത് ഈ പശ്ചാത്തലത്തിലാണ്. ഹൈദരാബാദിൽ യാക്കൂബ് മേമനെയും ഡൽഹിയിൽ അഫ്സൽ ഗുരുവിനെയുമാണ് സംഘികൾ കാണുന്നത്. വധശിക്ഷയ്ക്കെതിരെയായിരുന്നു വിദ്യാർത്ഥികളുടെ പ്രതികരണം. പ്രസിദ്ധമായ കേസുകളിലൂടെയാണ് പ്രസക്തമായ വിഷയങ്ങൾ ചർച്ചാ വിഷയമാക്കാൻ കഴിയുന്നത്. കുട്ടികളുടെ തുറന്ന സംവാദങ്ങൾ രാജ്യരക്ഷയ്ക്ക് ഭീഷണിയായി കാണുന്നവർ രാഷ്ട്രത്തിൻ്റെ മൗലിക ഭാവത്തിന് ക്ഷതമേൽപ്പിക്കുന്നു. ജീവപര്യന്തം തടവ് ശിക്ഷ ലഭിക്കാവുന്ന ഗുരുതരമായ കുറ്റമാണ് പീനൽ കോഡിൽ നിർവചിക്കുന്ന രാജ്യദ്രോഹം, സെഡീഷൻ. അത് ഭരണഘടനയുമായി വാസ്തവത്തിൽ പൊരുത്തപ്പെടുന്നില്ല. മെക്കാളെ തയ്യാറാക്കിയ കരടിൽ ആ കുറ്റം ഉൾപ്പെടുത്തിയിരുന്നു. പക്ഷേ 1860 നിയമം പാസ്സായപ്പോൾ രാജ്യദ്രോഹം അതിൽ ഉൾപ്പെടുത്തിയിരുന്നില്ല. പിന്നീട് 10 വർഷത്തിന് ശേഷമാണ് 124A എന്ന നമ്പറിൽ രാജ്യദ്രോഹം ശിക്ഷാ നിയമത്തിൽ സന്നിവേശിപ്പിക്കപ്പെട്ടത്. വാക്കുകൊണ്ടും അടയാളങ്ങൾ കൊണ്ടും ദൃശ്യങ്ങൾ കൊണ്ടും ഭരണകൂടത്തോട് വെറുപ്പും വിദ്വേഷവും സൃഷ്ടിക്കുന്നതെല്ലാം രാജ്യദ്രോഹമാണ്. 1857 ലഹളയുടെ പശ്ചാത്തലത്തിൽ അടിമകളുടെ കലാപങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ബ്രിട്ടന് അങ്ങനെ ഒരു നിയമം ആവശ്യമായിരുന്നു. ബാലഗംഗാധര തിലകും മഹാത്മാഗാന്ധിയുമാണ് 124A അനുസരിച്ച് വിചാരണ ചെയ്യപ്പെട്ട 2 പ്രമുഖർ. അന്യഥാ ദയാമസൃണമായ ഇന്ത്യൻ ശിക്ഷാ നിയമത്തിൽ കാഠിന്യത്തിൻ്റെ കരിയിൽ ചാലിച്ചെഴുതിയ വകുപ്പാണ് 124A. ഭരണഘടനയ്ക്ക് അംഗീകാരമായപ്പോൾ റദ്ദാക്കപ്പെടേണ്ടിയിരുന്ന കരി നിയമം ആണ് അത്. കോടതിയെ അവഹേളിച്ചാൽ കോടതിയലക്ഷ്യം, പാർലമെൻറ്റിനെ അവഹേളിച്ചാൽ സഭയുടെ അവകാശ ലംഘനം, ഭരണകൂടത്തെ വിമർശിച്ചാൽ രാജ്യദ്രോഹം. അങ്ങനെയെങ്കിൽ രാജ്യദ്രോഹ കുറ്റം ചെയ്യാത്തവരായി ആരുണ്ട് ഈ രാജ്യത്ത്? ഇന്ന് സ്വതന്ത്ര ഭാരതത്തിൽ നരേന്ദ്രമോദി ഉൾപ്പെടെ ആരുടെയും ദുർഭരണം അവസാനിപ്പിക്കണമെന്ന് പറയുന്നതിനും അതിനുവേണ്ടി പ്രവർത്തിക്കുന്നതിനും കുട്ടികൾ ഉൾപ്പെടെ എല്ലാ പൗരന്മാർക്കും അവകാശമുണ്ട്. അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ എന്ന മുദ്രാവാക്യം സർ CP-യുടെ കാലത്ത് രാജ്യദ്രോഹമായിരുന്നു. കരുണാകരൻ്റെ കാലത്ത് മർദ്ദക ഭരണം അറബിക്കടലിൽ എന്ന മുദ്രാവാക്യം വിളിച്ചവരെ പ്രോസിക്യൂട്ട് ചെയ്തപ്പോൾ ഹൈക്കോടതിയിൽ ജസ്റ്റിസ് T. ചന്ദ്രശേഖര മേനോൻ ആ പ്രതികളെ കുറ്റവിമുക്തരാക്കി. മുദ്രാവാക്യങ്ങൾ രാജ്യത്തെയോ ഭരണകൂടത്തെയോ അപകടത്തിലാക്കുന്നില്ല എന്ന് കോടതി പറഞ്ഞു. അറബിക്കടലിലോ ബംഗാൾ ഉൾക്കടലിലോ നിമജ്ജനം ചെയ്യേണ്ടതായ പ്രാകൃതവും ജനാധിപത്യ വിരുദ്ധവുമായ വകുപ്പാണ് 124A. രാജ്യദ്രോഹം എന്ന കുറ്റത്തിൻ്റെ നിസ്സീമമായ നിർവചനത്തിൽ ക്വിറ്റ് ഇന്ത്യ കാലം മുതൽ കോടതികൾക്ക് സംശയം ഉണ്ടായി തുടങ്ങി. വാക്ക് പ്രവൃത്തിക്ക് കാരണമാകുമ്പോഴാണ് ശിക്ഷാർഹമാകുന്നതെന്ന് ഫെഡറൽ കോടതിയിൽ ചീഫ് ജസ്റ്റിസ് മോറിസ് ഗ്വയർ അന്ന് പ്രഖ്യാപിച്ചു. ബ്രിട്ടൻ്റെ അധീശത്വത്തിന് വെല്ലുവിളി അയക്കാവുന്ന ആ നിലപാട് പ്രിവി കൗൺസിൽ തിരുത്തി. അഭിപ്രായ പ്രകടന സ്വാതന്ത്ര്യത്തെ നിയന്ത്രിക്കാവുന്ന കാരണങ്ങളിൽ രാജ്യദ്രോഹം ഉൾപ്പെടുത്തണം എന്ന നിർദ്ദേശം ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഉണ്ടായെങ്കിലും സഭ അത് നിരാകരിച്ചു. ബ്രിജ് ഭൂഷണും രമേശ് ഥാപ്പറും ഉൾപ്പെടെ അഭിപ്രായ പ്രകടന സ്വാതന്ത്ര്യത്തെ ബാധിക്കുന്ന കേസുകളിൽ രാജ്യദ്രോഹ കുറ്റത്തിൻ്റെ ഭരണഘടനാപരമായ അസ്വീകാര്യത സുപ്രീം കോടതി ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ശിക്ഷാ നിയമത്തിൽ നിന്ന് 124A എത്ര പെട്ടെന്ന് ഒഴിവാക്കാമോ അത്രയും നല്ലത് എന്നാണ് പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റു പാർലമെൻറ്റിൽ പറഞ്ഞത്. ശിക്ഷാ നിയമത്തിലെ ആ പടുമുള അടിസ്ഥാനപരമായി തന്നെ
ഭരണഘടനാ വിരുദ്ധമാണ് എന്ന കാര്യത്തിൽ നെഹ്റുവിന് സംശയമില്ലായിരുന്നു. എന്നിട്ടും രാജ്യദ്രോഹം എന്ന ദ്രോഹകരമായ വകുപ്പ് ഇപ്പോഴും നിലനിൽക്കുന്നു. പൊതുസമാധാനം എന്നത് സ്വതന്ത്ര ഭാഷണത്തെ നിയന്ത്രിക്കുന്നതിനുള്ള കാരണങ്ങളിൽ ഒന്നായി ഭരണഘടന പറയുന്നുണ്ട്. അതിനെ അടിസ്ഥാനമാക്കി IPC 124A ഭരണഘടനാ വിരുദ്ധമല്ലെന്ന് 1962 കേദാർനാഥ് സിംഗ് കേസിൽ സുപ്രീം കോടതി പറഞ്ഞു. കരിനിയമങ്ങളുടെ സാധൂകരണത്തിന് കോടതി ഇത്തരം പല ന്യായങ്ങളും കണ്ടെത്താറുണ്ട്. പൊതുസമാധാനത്തിൻ്റെ പേരിൽ അല്ല ചില വർത്തമാനങ്ങളെ രാജ്യദ്രോഹമായി കണക്കാക്കുന്നത്. ഭരണകൂടത്തിന് എതിരായ വർത്തമാനമാണ് രാജ്യദ്രോഹമാകുന്നത്. സ്വതന്ത്ര സമൂഹത്തിൽ വർത്തമാനം ശിക്ഷാർഹമായ കുറ്റമാകരുത്. ഈ ദിശയിൽ ഏറെ മുന്നോട്ട് പോയിട്ടുള്ളതാണ് നമ്മുടെ സുപ്രീം കോടതി. മുദ്രാവാക്യങ്ങളും പൊതുസമാധാനവുമായി ബന്ധമില്ലെന്ന് സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട്. IT നിയമത്തിലെ 66A അസാധുവാക്കിയ കോടതി സംസാര സ്വാതന്ത്ര്യത്തിൻ്റെ അതിരുകളെയാണ് വികസിപ്പിച്ചത്. രാജ്യത്തിൻ്റെ പരമാധികാരവും ഐക്യവും അഖണ്ഡതയും സംരക്ഷിക്കുക എന്നത് പൗരസമൂഹത്തിൻ്റെ മൗലികമായ കർത്തവ്യമാണ്. എന്നാൽ അതിനുവേണ്ടിയുള്ളതല്ല 124A. അത് വിമത ശബ്ദങ്ങളെ അമർച്ച ചെയ്യുന്നതിനുള്ള സൗണ്ട് കട്ടറാണ്. പുതിയ സിനിമയിലൊക്കെ ഡബ്ബിങ് ഷൂട്ടിംഗ് സ്ഥലത്ത് തന്നെ ശബ്ദം ഡബ്ബ് ചെയ്യുമ്പോൾ അനാവശ്യമായ ശബ്ദങ്ങൾ കടന്നു വരാതിരിക്കുന്നതിനുള്ള പ്രവൃത്തി, അതാണ് സൗണ്ട് കട്ടറുടേത്. ഭരണകൂടത്തിനും ഈ സൗണ്ട് കട്ടിംഗ് എന്ന പരിപാടിയുണ്ട്. അതിനാണ് 124A എന്ന വകുപ്പുള്ളത്. ശബ്ദങ്ങൾ ഇപ്രകാരം ഇല്ലാതാക്കാനുള്ളതല്ല. രാജ്യസ്നേഹത്തിൻ്റെ പേരിൽ ബഹുസ്വരത ഇല്ലാതാക്കാനാവില്ല. ബഹുസ്വരതയാണ് ജനാധിപത്യത്തിൻ്റെ ജീവൻ. രാജ്യസ്നേഹം ആരെയും ബോധ്യപ്പെടുത്തേണ്ടതില്ല. രാജ്യസ്നേഹത്തിന് തെളിവ് ചോദിക്കുന്നതും തെളിവ് നൽകുന്നതും അപകടമാണ്. കൂടെ കൂടെ പിഴുത് പരിശോധിക്കേണ്ടതല്ല രാജ്യസ്നേഹത്തിൻ്റെ വേരുകൾ. 124A എന്ന വകുപ്പ് ശിക്ഷാ നിയമത്തിൽ നിന്ന് പൂർണ്ണമായും നീക്കം ചെയ്യണം എന്നാവശ്യപ്പെട്ട് ദ ഹിന്ദു, ടൈംസ് ഓഫ് ഇന്ത്യ തുടങ്ങി എല്ലാ പ്രമുഖ പത്രങ്ങളും മുഖപ്രസംഗം എഴുതി. ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ അദ്ദേഹം പോലും അറിയാതെ കാർട്ടൂണിസ്റ്റായി. JNUവിൽ നിന്ന് ആളിപ്പടരുന്ന തീയുടെ പശ്ചാത്തലത്തിൽ ദ ഹിന്ദുവിൽ സുരേന്ദ്ര വരച്ച കാർട്ടൂൺ ആണ് കെജ്രിവാളിന് ഖ്യാതിയും നിന്ദയും നേടിക്കൊടുത്തത്. ആളിക്കത്തുന്ന നിരവധിയായ പ്രശ്നങ്ങളുടെ മധ്യേ നിൽക്കുന്ന നരേന്ദ്രമോദിക്ക് സമാശ്വാസകരമായ വാർത്തയുമായി ഹനുമാൻ വേഷത്തിൽ ഒരു ഗുണ്ട പറന്നു വരുന്നതാണ് കാർട്ടൂൺ. ക്യാമറകൾ പൊടുന്നനെ JNUവിലെ തീയിലേക്ക് തിരിയുമ്പോൾ ഡൺ സർ, ഓൾ അറ്റൻഷൻ ഈസ് ഓൺ JNU എന്ന് തീ കൊളുത്തി വരുന്ന ഗുണ്ട പറയുന്നു. ഈ കാർട്ടൂൺ അരവിന്ദ് കെജ്രിവാൾ ട്വിറ്ററിലിട്ടു. കാർട്ടൂണിസ്റ്റുകളോട് അസഹിഷ്ണുത കാണിക്കുന്ന ജയലളിതയും മമതാ ബാനർജിയും മുഖ്യമന്ത്രിമാരായുള്ള ഈ രാജ്യത്ത് കാർട്ടൂൺ ഇഷ്ടപ്പെടുന്ന ഒരു മുഖ്യമന്ത്രിയെ കണ്ടത് വലിയ സന്തോഷത്തിന് കാരണമായി. പണ്ട് ശങ്കറിനെ പ്രോത്സാഹിപ്പിച്ച നെഹ്റുവിനെയും പെട്ടെന്ന് ഓർത്തു. എന്നാൽ സംഘികൾ ഇങ്ങനെയൊന്നുമല്ല കേജ്രിവാളിൻ്റെ ട്വീറ്റിനെ കണ്ടത്. പലരും ധരിച്ചത് അത് കേജ്രിവാൾ തന്നെ വരച്ച കാർട്ടൂൺ ആണെന്നാണ്. ഹനുമാന്റെ ലങ്കാദഹന കഥയുടെ ഓർമ്മയിൽ സുരേന്ദ്രയുടെ കാർട്ടൂൺ ആസ്വദിക്കുമ്പോഴാണ് സംഘികൾ അതിൽ മതനിന്ദ കണ്ടെത്തിയത്. ഹനുമാനെ അധിക്ഷേപിച്ച് മതവികാരം വ്രണപ്പെടുത്തിയ കേജ്രിവാളിനെതിരെ കേസെടുക്കണം എന്ന ആവശ്യം ഉണ്ടായിക്കഴിഞ്ഞു. ഡൽഹി പോലീസല്ലേ, എന്തും സംഭവിക്കാം. സ്വന്തമായി പോലീസില്ലാത്ത മുഖ്യമന്ത്രിയാണ് താൻ എന്ന കാര്യം കെജ്രിവാൾ ഓർത്തിരിക്കുന്നത് നല്ലതാണ്. കേന്ദ്ര സർക്കാർ നേരിടുന്ന ഗുരുതരമായ പ്രശ്നങ്ങളിൽ നിന്ന് ജനശ്രദ്ധ അകറ്റാൻ JNU കാരണമാവുകയോ ആക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ കൂടുതൽ ഗുരുതരമായ അവസ്ഥയിലാണ് നരേന്ദ്രമോദി അകപ്പെട്ടിരിക്കുന്നത്. JNU സംഭവത്തിൽ സ്വതന്ത്ര ലോകം കനയ്യകുമാറിനൊപ്പമാണ്. വിദേശത്ത് പ്രതിച്ഛായ സൃഷ്ടിക്കുന്ന നരേന്ദ്രമോദിക്ക് ഇത് വലിയ തിരിച്ചടിയാണ്. നോം ചോംസ്കി
ഓർഹൻ പാമുക്ക് എന്നിവർ ഉൾപ്പെടെ പ്രസിദ്ധരായ എഴുത്തുകാരും ചിന്തകരും അങ്ങനെ ഒരു നീണ്ട നിര ഈ വിഷയത്തിൽ JNU വിദ്യാർത്ഥികൾക്കൊപ്പമുണ്ട്. ന്യൂയോർക്ക് ടൈംസ്, വാഷിങ്ടൺ പോസ്റ്റ്, വാൾ സ്ട്രീറ്റ് ജേണൽ, ഡെയിലി മിറർ, ഡെയിലി ടെലഗ്രാഫ് എന്നിങ്ങനെ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ, സർവോപരി ആംനസ്റ്റി ഇൻ്റർനാഷണൽ എല്ലാവരും വിദ്യാർത്ഥികൾക്കൊപ്പമാണ്. ചിലപ്പോൾ ഫാസിസത്തിൽ നിന്നും ചില നന്മകൾ വരും. ഇന്ത്യൻ ഇടതുപക്ഷത്തിന് അതിശക്തനായ ഒരു യുവ നേതാവിനെ കണ്ടെത്തി കൊടുക്കാൻ സംഘികൾക്ക് കഴിഞ്ഞു. അതാണ് കനയ്യകുമാർ. രോഹിത് വെമുല നഷ്ടപ്പെട്ടതിൻ്റെ വേദനയിലാണ് ഇന്ത്യ കനയ്യകുമാറിനെ നെഞ്ചിലേറ്റി ലാളിക്കുന്നത്. കേരളത്തിൽ ചാനലുകൾ അറിയിപ്പില്ലാതെ പ്രവർത്തനം അവസാനിപ്പിക്കുന്നു. പത്രങ്ങളാകട്ടെ പുതുതായി പലതും തുടങ്ങുകയും നിലനിൽക്കുകയും ചെയ്യുന്നു. എന്നാൽ യൂറോപ്പിലും അമേരിക്കയിലും സ്ഥിതി വ്യത്യസ്തമാണ്. അവിടെ പല പ്രമുഖ പത്രങ്ങളും അച്ചടി അവസാനിപ്പിക്കുകയും ഓൺലൈൻ ആകുകയും ചെയ്യുന്നു. ലണ്ടനിലെ ഇൻഡിപെൻഡൻ്റ് അടുത്ത മാസം അച്ചടി അവസാനിപ്പിച്ച് ഓൺലൈൻ ആകുന്നു. സൺ, ഗാർഡിയൻ, ഡെയിലി മെയിൽ എന്നിവയ്ക്ക് പിന്നിൽ പ്രചാരത്തിൽ 4-ാം സ്ഥാനത്ത് നിന്നിരുന്ന പത്രമാണ് ഇൻഡിപെൻഡൻ്റ്. 1956 മാത്രം പ്രസിദ്ധീകരണം ആരംഭിച്ച ഇൻഡിപെൻഡൻറ്റിൻ്റെ പ്രചാരം 4 ലക്ഷം കോപ്പി വരെ ഉയർന്നിട്ടുണ്ട്. ഇപ്പോൾ പ്രചാരം 28,000 ആയി കുറഞ്ഞു. പരസ്യങ്ങളും കുറഞ്ഞു. വിതരണവും കാര്യക്ഷമമായി നടക്കുന്നില്ല. പത്രത്തിൻ്റെ ഉടമ ഒരു റഷ്യക്കാരനാണ്. ഓൺലൈൻ പത്രത്തിന് വായനക്കാർ ഉണ്ടാകുമെന്നാണ് ഇൻഡിപെൻഡൻറ്റിൻ്റെ ഇന്ത്യൻ വംശജനായ എഡിറ്റർ അമൽ രാജൻ്റെ പ്രതീക്ഷ. അച്ചടി ഇല്ലാതായാലും പത്രങ്ങൾ നിലനിൽക്കണം. പത്രപ്രവർത്തനവും നിലനിൽക്കണം. ഫേസ്ബുക്കിൽ KC ജോസഫും മറ്റും നടത്തുന്ന കുട്ടിക്കളിയല്ല മാധ്യമ പ്രവർത്തനം. മന്ത്രിയുടെ കുട്ടിക്കളിയെ പരിഹസിച്ചത് ഹൈക്കോടതിയാണ്. പത്രങ്ങൾ ഇല്ലാതായാലും കടലാസില്ലാത്ത പത്രങ്ങൾ ഉണ്ടാകും. പത്രങ്ങളും അച്ചടി നിർത്തുന്നു എന്ന തലക്കെട്ടിൽ ഈ വിഷയത്തെക്കുറിച്ച് ദേശാഭിമാനി മുഖപ്രസംഗം എഴുതി. 15-ാം നൂറ്റാണ്ടിൽ ജൊഹാനസ് ഗുട്ടൻബർഗ് അച്ചടി യന്ത്രം കണ്ടുപിടിച്ചത് മുതൽ ആരംഭിച്ച അച്ചടി വിപ്ലവം നിർണായകമായ ഘട്ടത്തിലേക്ക് കടന്നിരിക്കുന്നുവെന്ന് ദേശാഭിമാനി പറയുന്നു. ഓൺലൈൻ അറിയിപ്പിന് മുമ്പേ ദ ഇൻഡിപെൻഡൻ്റ് വാർത്തയിൽ വന്നിരുന്നു. എഡിറ്റർ കൽക്കട്ടക്കാരനായ അമൽ രാജൻ്റെ ഒരു അറിയിപ്പായിരുന്നു വാർത്തയായത്. മുംബൈ എന്ന് നാമകരണം ചെയ്യപ്പെട്ട ഇന്ത്യയുടെ സാമ്പത്തിക തലസ്ഥാനത്തിന് ബോംബെ എന്ന പഴയ പേര് തന്നെ പത്രത്തിൽ ഉപയോഗിക്കുമെന്നായിരുന്നു അമൽ രാജൻ്റെ അറിയിപ്പ്. ഹിന്ദു ദേശീയവാദികളുടെ ഒരിക്കലും തുറക്കാത്ത മനസ്സിനോടുള്ള പ്രതിഷേധം എന്ന നിലയിലാണ് ഈ ബ്രിട്ടീഷ് പത്രം ഈ നിലപാട് സ്വീകരിച്ചത്. ശിവസേനയുടെ ആവശ്യപ്രകാരമായിരുന്നു 1995 ബോംബെ എന്ന പ്രഖ്യാതമായ പേര് മുംബൈ ആയി മാറിയത്. എല്ലാറ്റിനെയും സ്വീകരിക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്തിരുന്ന ബോംബെ എന്ന മഹാനഗരത്തിനുള്ള ട്രിബ്യൂട്ട് എന്ന നിലയിലാണ് ദ ഇൻഡിപെൻഡൻ്റ് മുംബൈ എന്ന പേര് ഉപേക്ഷിക്കുന്നത്. ലണ്ടനിലിരുന്ന് അങ്ങനെയൊക്കെ ആകാം. മുംബൈയിൽ എത്തിയാൽ കളി കാര്യമാകും. മണിരത്നമായാലും ബോംബെയിലെത്തുമ്പോൾ മുംബൈ ആകണം. വലിയ വാർത്തയ്ക്കൊപ്പം സമാന്തരമായി ഒരു ചെറിയ വാർത്തയുണ്ടാകും. വലിയ വാർത്തയില്ലെങ്കിൽ ചെറിയ വാർത്തയുടെ പ്രാധാന്യം വർദ്ധിക്കും. മരണവാർത്തകളുടെ കാര്യവും അങ്ങനെ തന്നെ. ONVയുടെ മരണമായിരുന്നു കഴിഞ്ഞ വാരം പ്രധാന വാർത്ത. മലയാളത്തിൻ്റെ മഹാകവിക്ക് അർഹമായ യാത്രയയപ്പാണ് കേരളം നൽകിയത്. പക്ഷെ അതോടൊപ്പം വേറെയും ചില മരണങ്ങളുണ്ടായി. 3 ആഴ്ചക്കിടെ 7 പേർ. കൽപ്പനയിൽ നിന്നായിരുന്നു തുടക്കം. പിന്നെ മാധ്യമപ്രവർത്തകൻ TN ഗോപകുമാർ, ഗായിക ഷാൻ ജോൺസൺ, സംഗീത സംവിധായകൻ രാജാമണി, ഛായാഗ്രാഹകൻ ആനന്ദക്കുട്ടൻ. ജോബിനെയും ജെറി അമൽദേവിനെയും സംഗീത ലോകത്തേക്ക് ആനയിക്കുകയും ആരാധനാ സംഗീതത്തിന് പുതിയ രൂപം നൽകുകയും പ്രസിദ്ധമായ നിരവധി ക്രൈസ്തവ ഭക്തിഗാനങ്ങൾ രചിക്കുകയും ചെയ്ത വരാപ്പുഴ അതിരൂപതയിലെ ശ്രേഷ്ഠ വൈദികൻ മൈക്കിൾ പനക്കൽ എന്നിങ്ങനെ കുറേ മരണങ്ങൾ കൂടി ONVയുടെ മരണത്തിന് അപ്പുറവും ഇപ്പുറവുമായി ഉണ്ടായി.
ഒടുവിലായി പ്രിയപ്പെട്ട കഥാകാരൻ അക്ബർ കക്കട്ടിലും യാത്രയായി. തീരാവേദന ബാക്കിയാക്കി മടങ്ങുന്ന പ്രിയപ്പെട്ടവർ എന്ന ശീർഷകത്തിൽ ദേശാഭിമാനി 7 പേരെ ഓർമ്മിക്കുന്നു. അക്ബറിനെ നല്ല നിലയിൽ തന്നെ മാധ്യമങ്ങൾ അനുസ്മരിച്ചു. എല്ലാവർക്കും അക്ബറിനെക്കുറിച്ച് ഓർക്കാൻ ചില നല്ല കാര്യങ്ങൾ ഉണ്ട് എന്നത് അദ്ദേഹത്തിൻ്റെ നന്മയെ സൂചിപ്പിക്കുന്നു. മാധ്യമ വിചാരം ഈ ലക്കം ഇവിടെ അവസാനിക്കുന്നു. പ്രേക്ഷകർക്ക് നന്ദി.